Inverters and Home Appliance Thotekad, Kids on Fashion opposite Federal Bank Nilambur Road Pukutumbadam, Minsara Wedding Kendra and Parag Running House Pukutumbadam Road Karulai, Alungal Mobiles and Gulf Bazaar Main Road Karulai. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആര്യാടൻ മുഹമ്മദ് സ്മാരക കവാടത്തിന്റെയും CH മുഹമ്മദ് കോയ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കവാടത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തും CH മുഹമ്മദ് കോയ സ്മാരക ഹാൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും നിർവഹിച്ചു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പ്രിയങ്കരിയായ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയശ്രീ അഞ്ചേരിയൻ, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ സുരേഷ് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് ഏറെ വൈകിപ്പോയത്. ഇസ്മായിൽ കറക്റ്റ് സമയത്ത് വന്നു ഇല്ലേ? ഇസ്മായിൽ മത്തേടം, വേദിയിലിരിക്കുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പൂനിക്കുത്ത്, അതുപോലെ തന്നെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതേപോലെ കക്കോടൻ നാസർ, ശ്രീ കബീർ ഷെറഫു, അതേപോലെ തന്നെ വിപിൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് സിറ്റി വർഗീസ്, നമ്മുടെ ആദരണീയായ മെമ്പർ സിറ്റി വർഗീസ്, ഷീബ, നാസിർ, നസീർ, അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ സലാം കെ അടക്കം വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, മെമ്പർമാരെ, ഹരിതകർമ്മ സേനാംഗങ്ങളെ, കുടുംബശ്രീ പ്രവർത്തകരെ, മറ്റു ജനാധിപത്യ വിശ്വാസികളെ, കാരണവന്മാർ കുറേ നേരമായിട്ട് വന്നവിടെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ഇന്നത്തേക്ക് 4 മാസമായി MLA ആയി. ഈ 4 മാസത്തിനിടയ്ക്ക് 5 ഉദ്ഘാടനം കരുളായി പഞ്ചായത്തിൽ നിർവഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അത് എല്ലാം കൂടി എനിക്ക് വേണ്ടി മാറ്റിവെച്ച പോലെ എനിക്ക് തോന്നി. കഴിഞ്ഞ 5 വർഷത്തെ എല്ലാ ഉദ്ഘാടനവും ഞാനും ഇസ്മായിലും കുറേ പരിപാടികൾ പങ്കെടുത്തു. ഇപ്പോ ആദ്യം തന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ഭിന്നശേഷി, അതിന് മുൻപ് ഒരു ഇതില്ലേ, ചിങ്ങമൊന്ന് കർഷക ദിനം. മാത്രമല്ല, ഞാൻ ആദ്യമായി MLA ആയിട്ട് ആദ്യത്തെ ഒരു ചടങ്ങ് കരുളായി പഞ്ചായത്തിലാണ് നിർവഹിച്ചത്. എന്തായാലും എൻ്റെ മുൻപിലിതാ ഹരിതകർമ്മ സേനക്കാരൊക്കെ ഇരിക്കുക. ഞങ്ങൾ ഫോട്ടോ കണ്ടു. 20 പേരാ ഉള്ളത്, 20 ആൾ. ഞാൻ ഫോട്ടോയിൽ 20 ആളാണ്. എന്തായാലും പിന്നെ നിങ്ങളൊക്കെ ഈ കഴിഞ്ഞ 5 വർഷമായി പഞ്ചായത്ത് നടത്തുന്ന വലിയ സേവനം, അത് ഞാൻ പറയുന്നത് മറ്റൊന്നും കണ്ടല്ല. കരുളായി പഞ്ചായത്ത് ഒരു മാതൃകയാണ് എന്ന് പറയാനുള്ള കാരണം, നമുക്ക് പഞ്ചായത്തിൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് അത് ചെലവഴിക്കാൻ വലിയ പണിപെടും. പക്ഷേ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിന്റെ തുക മാത്രമല്ല, എവിടെ നിന്നൊക്കെ ഫണ്ട് കൊണ്ടുവരാൻ അതൊക്കെ സ്വരൂപിച്ച് ഒരു കൺവേർജൻസ് മാതൃകയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എവിടെ നിന്നൊക്കെ വിഭവങ്ങൾ ശേഖരിക്കാൻ പറ്റും ആ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്ത്. ഇപ്പൊ എനിക്ക് ഒരു MLA ആയതിനു ശേഷം 4 മാസേ ആയിട്ടുള്ളൂവെങ്കിലും ഈ ഫണ്ട് ചോദിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ്. അവിടെ റോഡ്, ഇവിടെ റോഡ്. എനിക്ക് ആകെ 7 മാസത്തേക്കുള്ള ഫണ്ടാണ് കിട്ടുക. നിങ്ങൾക്ക് അറിയില്ല. അതിന് പകുതി ഒരുക്കുവാണ് പറയുന്നത് കരുളായി. എനിക്ക് ഇനി പഞ്ചായത്ത് എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നതും കരുളായി പഞ്ചായത്തിനാണ് എന്നതാണ്. അതുപോലെ എന്നെ മാത്രമല്ല, അത് ഇപ്പോ പ്രിയങ്ക ഗാന്ധി ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തു കരുളായിലേക്ക്. അപ്പൊ അതിന് ഒരു കാരണം പറയുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് താമസിക്കുന്നത് മഹാവാസികളായ ആദിവാസികളുള്ള പ്രദേശം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത് കഴിഞ്ഞ് പുള്ളി സ്കൂളിന് കൊടുത്ത പ്രിയങ്ക ഗാന്ധിയുടെ ഫണ്ട് ഉൾപ്പെടുത്തി കൊടുത്ത ഒരു ബസ്, ആ ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ. എന്തൊക്കെയായാലും ഈ കഴിഞ്ഞ 5 വർഷം
നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്ത് അതിന്റെ കവാടം എപ്പോഴും നിങ്ങൾക്കറിയാം. ഒരു ഓഫീസിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ സംഗതി വെച്ചാൽ അതിന്റെ മുഖമാണ്. അതിന്റെ മുഖം എന്ന് പറയുന്നത് അതിന്റെ കവാടം. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വില എപ്പോഴും, ഒരു സ്ഥാപനത്തിന്റെ വില എപ്പോഴും അത് ചെന്ന് കയറുമ്പോൾ കാണുമ്പോഴല്ലേ എപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ അവിടെ തന്നെ നല്ല വലിയൊരു ഗേറ്റും നല്ല വൃത്തിയുള്ള ഒരു സംവിധാനവും ഒരു കോമ്പൗണ്ട് വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് കടന്നു വരുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള മതിപ്പ് നമുക്ക് നമ്മളിങ്ങനെ റോഡിലൂടെ കൂടുമ്പോൾ വലിയ ഗേറ്റും വലിയ പരിപാടി കണ്ടാൽ എന്താണ് ആരതാണ് നമ്മൾ അന്വേഷിക്കും അല്ലേ, സ്വാഭാവികമായിട്ടും. അപ്പൊ അതുപോലെ കരുളായി പഞ്ചായത്ത് ഇതുവരെ ഇല്ലാതിരുന്നവരൊക്കെ പറഞ്ഞ പോലെ സകല ഒക്കെ കയറി നിരങ്ങിയിരുന്ന ഒരു പഞ്ചായത്തിന് അതിനൊരു അടച്ചുറപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ കരുളായി പഞ്ചായത്തിന്റെ ഒരു മുഖമായി നിങ്ങളൊരു കവാടം ഉണ്ടാക്കി. ആ കവാടത്തിന് 37 കൊല്ലം ഇവിടെ മന്ത്രിയും ഒക്കെയായി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയ നിങ്ങളുടെ നേതാവും എന്റെ പിതാവുമായ ആര്യാടൻ മുഹമ്മദിന്റെ നാമധേയം ഇടുകയും ചെയ്തു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വൈകാരികമായി എനിക്ക് ഏറ്റവും ഒരു എന്താ പറയാ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ ഈ നാട്ടിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ പിന്തുണ വഹിച്ച മുൻ മുഖ്യമന്ത്രിയായ മുഹമ്മദ് പേരിൽ ഈ ഹോളിൽ ഇട്ടത് ഒരു മഹത്തരമായ കാര്യമായിട്ടായി തോന്നി. ഈ ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങ്, ഈ ചടങ്ങിന് നിങ്ങൾക്ക് കാരണം നമ്മൾ സാധാരണ ആൾക്കാരില്ല, അങ്ങനെയാണ് അതൊരു പിന്നെ നമ്മൾ കാണിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് ചരിത്ര പ്രാധാന്യമുള്ള ചടങ്ങാണ്. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിനെതിരെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ ചരിത്ര പ്രാധാന്യമുള്ള ഒരു എന്താ പറയുക പരിപാടി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഈ അവസാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓക്കെ അതേപോലെ അടക്കമുള്ള മെമ്പർമാർ, ഷീബ അടക്കമുള്ള മെമ്പർമാർ, ഇവര് ഈ ഓട്ടത്തിൽ അവസാനം ഈ ബാറ്റിങ്ങിനെ കൈമാറാൻ റിലേ ഓടുമ്പോഴല്ലേ നിങ്ങൾ റിലേ ഓടുമ്പോ ഓടി അവസാനം ബാറ്റ് കൈമാറി കൊടുക്കണം ആളുകൾക്ക്. അതല്ലെങ്കിൽ കൈമാറി കൊടുത്തില്ലെങ്കിൽ എന്ത് പോകും, സംഗതി ഔട്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന ഈ കരുളായി പഞ്ചായത്ത് കൂടി അഭിനന്ദിക്കുന്നു. ഇവിടെ യൂണിഫോമിന്റെ വിതരണം ഇവിടെ നടക്കുന്നു. അതും ഏറ്റവും മഹത്തരമായ കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ഹരിതകർമ്മ സേനയാണ് ഏറ്റവും താഴെ തട്ടിൽ ഈ നാടിനെ സംരക്ഷിച്ച് ഭംഗിയുള്ളവരാക്കി ചാരുതയുടെ കരുളായി പാലിക്കാൻ, നിങ്ങളുടെ വീടുകൾ ഭംഗിയുള്ളതാക്കി മാറ്റാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം മാലിന്യ പ്രശ്നമാണെങ്കിൽ അത് ഞങ്ങളെ നമ്മുടെ മുന്നിൽ കടന്നു വന്നവരാണ് ഹരിതകർമ്മ സേനക്കാർ. അവരെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് അറിയില്ല. അവരെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ നടന്ന സേവനങ്ങൾ ലഭിക്കുന്നു എന്നതിനേക്കാളും ഈ നാട് ശുചിത്വപൂർണമായ ഒരു കരുളായി പഞ്ചായത്തിനെ പരിപാലിക്കുന്നവരാണ് നിങ്ങൾ എന്നതാണ്. ഒരു രോഗം വന്നതിന് ശേഷം മാത്രമേ ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിയൂ. പക്ഷേ രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാർ കൂടിയാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നുകൂടി
മനസ്സിലാക്കണം. അത്രയും നല്ല പ്രവർത്തനം നടത്തുന്ന ഇവർക്കുള്ള ഈ യൂണിഫോം ഔപചാരികമായി നിർവഹിച്ചതായി കേട്ടിരുന്നു. എന്തായാലും നിരവധി പരിപാടികളിൽ ഈ കേരളയിൽ പങ്കെടുക്കാൻ വലിയ കാര്യമായിട്ട് കാണുകയാണ്. എല്ലാവരെയും കൂടി അഭിനന്ദിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലെ ഒരു നല്ല കേരളത്തിന് വേണ്ടി, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി, രാഷ്ട്രീയത്തിന് അതീതമായി നിലമ്പൂരിന്റെ നല്ല വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ സ്വാഗതവും ഷീബ പൂഴിക്കുത്ത് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഈ ഹാളിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം. പഞ്ചായത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും സൗകര്യമൊരുക്കുന്ന തരത്തിലാണ് ഹാളുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയിരിക്കുന്നത്. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളിലൊന്നായ ഈ പദ്ധതി പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പുതിയൊരു നാഴികക്കല്ലാണെന്ന് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പഞ്ചായത്ത് രാജ് വിഭാവനം ചെയ്ത മുൻ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി MPM അഹമ്മദ് എന്ന ബാപ്പുഗുരുക്കളുടെയും പഞ്ചായത്ത് രാജ് സംവിധാനം രാജ്യത്തിന് സമർപ്പിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെയും ഫോട്ടോ അനാച്ഛാദന ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T സുരേഷ് മാസ്റ്റർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കക്കോടൻ നാസർ, കബീർ മുണ്ടോടൻ എന്നിവർ പങ്കെടുത്തു. വേദിയിൽ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. KL 71 ന്യൂസ്, കരുളായി.